ക്രിസ്റ്റ എടുക്കുന്ന സമയത്ത് കുറേ പേർക്ക് ഈ ടയറിന്റെ കംപ്ലൈൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ എനിക്കും അങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പം ആ ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ സൊല്യൂഷനും കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഞാൻ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പഴയ ഇന്നോവയുടെ അത്രയും കംഫർട്ട് ഇല്ല പുതിയ ക്രിസ്റ്റയ്ക്ക് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. വാഹനം ഓടിക്കുമ്പോഴാണ് ഇത് എടുത്തിട്ട് എത്ര കിലോമീറ്റർ ആണ്? ഏകദേശം 1,23,000 കിലോമീറ്റർ. എത്ര കിലോമീറ്റർ ഓടിച്ചതിൽ ഇപ്പം ഇതിന് മൈലേജ് എങ്ങനെയാണ് ആവറേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ഹലോ ഫ്രണ്ട്സ്, ബോക്കുന്നിനഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വാഹനം നമ്മുടെ ഇന്നോവ ക്രിസ്റ്റയാണ്. ഇന്നോവ ക്രിസ്റ്റ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന ഒരു വാഹനമാണ്. ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ചെയ്യുമോ എന്ന് കുറേ പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് ഇപ്പം ടൊയോട്ടയുടെ വാഹനം എന്ന് പറയുമ്പം നല്ല കിലോമീറ്റർ റേഞ്ച് ഓടിയിട്ടുള്ള വാഹനങ്ങളെ പറ്റി അറിയാനായിരിക്കും കൂടുതൽ ആളുകൾക്ക് ആഗ്രഹം. അതുകൊണ്ട് നമ്മൾ അതുപോലൊരു കിലോമീറ്റർ ഓടിയിട്ടുള്ളൊരു വാഹനം കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഏകദേശം 1,25,000 കിലോമീറ്ററോളം ആകാറായിട്ടുണ്ട്. 1,20,000 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് ആ ഒരു വാഹനത്തിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ വാഹനത്തിൻ്റെ ഓണറോട് ചോദിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം അറിയാം. ഹായ് അങ്കിൾ. ഹലോ, ഞങ്ങളുടെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് സിബി. അപ്പം എന്ത് ചെയ്യുന്നു? ഞങ്ങൾ റോയൽ ഡാഫഡിൽസ് വെഡിങ് ഇവൻറ്റ്സ് ആണ് ചെയ്യുന്നത്. വെഡിങ് ഇവൻറ്റ്സ് ആണ്. ഓക്കെ. അപ്പം ഇവൻറ്റിൻ്റെ ആവശ്യത്തിനായിട്ടൊക്കെ എടുത്ത വാഹനമാണോ? ധാരാളം യാത്രകളുണ്ട്. ഓക്കെ. അതിലുപരി ഫാമിലി ട്രിപ്പ് ഉണ്ട്. ഓക്കെ. ഞാൻ ഈ വാഹനം സ്വന്തമാക്കുന്നത് ഇത് ഇറങ്ങിയ വർഷം തന്നെ ഏപ്രിൽ ഇത് ലോഞ്ച് ചെയ്തു. ഓക്കെ. ജൂലൈ ഞങ്ങൾ ഈ വാഹനം സ്വന്തമാക്കി. ജൂലൈയിൽ. അപ്പം ഈ ഒരു ഫേസ് ലിഫ്റ്റ് ഇന്നോവ ക്രിസ്റ്റ ഇറങ്ങിയ സമയത്ത് തന്നെ ഫസ്റ്റ് തന്നെ സ്വന്തമാക്കി. 2.4V ഓപ്ഷൻ. 2.4V ആണ്. അപ്പം സെഡിന്റെ തൊട്ട് താഴത്തെ ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പം ഇത് എടുത്തിട്ട് എത്ര കിലോമീറ്റർ ആണ്? ഏകദേശം 1,23,000 കിലോമീറ്റർ. 1,23,000 കിലോമീറ്റർ ആയിട്ടുണ്ട് ഇപ്പം ഈ ഒരു ക്രിസ്റ്റ എന്ന് പറയുന്നത്. അത് ഏകദേശം 4-5 വർഷത്തോളമായി ഉപയോഗിച്ച് ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ടൊയോട്ട എന്ന് പറയുമ്പോൾ ആളുകൾ എത്ര കിലോമീറ്റർ, കാരണം ഈ 5-8 ലക്ഷം കിലോമീറ്റർ ഓടിയ നോർമൽ ഇന്നോവാസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ടൊയോട്ടയുടെ ബ്രാൻഡ് വാല്യൂ വളരെയേറെ എല്ലാവരുടെയും മനസ്സിൽ വളരെ സ്ഥാനമുണ്ട്. അപ്പം അതൊക്കെ ഉദ്ദേശിച്ച് നല്ല ഓട്ടം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ടൊയോട്ടയിലേക്ക് വന്നത്. ടൊയോട്ടയുടെ ബ്രാൻഡ്, അതായത് എൻ്റെ ബ്രദറിലുമാണ് ഇത് ആദ്യം വണ്ടി വാങ്ങിക്കുന്നത്. ഓക്കെ. ഇന്നോവ. അദ്ദേഹത്തിൻ്റെ വണ്ടി ഓടിച്ച് ഞങ്ങളൊരു എക്സ്പീരിയൻസ് ചെയ്തപ്പം വളരെ നല്ല ഫീൽ, യാത്രാ സുഖമുണ്ട്. സർവീസ് കോസ്റ്റ് ആണെങ്കിലും നമുക്ക് വളരെ എക്കണോമിക്കലാണ്. പിന്നെ ഒരു സ്റ്റാഫിൻ്റെ പെരുമാറ്റമാണെങ്കിലും എല്ലാം കൊണ്ടും ഈ ബ്രാൻഡ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഈ സെഗ്മെന്റിൽ ഈ വിലയ്ക്ക് ഈ ഒരു വാഹനം എന്തുകൊണ്ടും കംഫർട്ടാണ്. ഇതിപ്പം എടുത്ത സമയത്ത് ഇതിന്റെ ഒരു പ്രൈസ് എത്രയായിരുന്നു വന്നിരുന്നത്? അന്ന് ഏകദേശം 22 lakhs. പിന്നെ അക്സസറീസിനോട് ചേർത്തെങ്കിൽ 23 ആയിരുന്നു അന്ന്. പക്ഷെ ഇപ്പോൾ ഇന്നോവയുടെ വില 30+ ഒക്കെ പോകുന്നുണ്ട്. ഓക്കെ. അപ്പം അന്ന് സ്വന്തമാക്കിയതിൽ അപ്പം കിലോമീറ്റർ, ഇപ്പം ലോങ് ഡ്രൈവ്സ് ഒക്കെ എന്തായാലും ഇപ്പം എവിടെയൊക്കെയാണ്? ബാംഗ്ലൂർ, മദ്രാസ്, തൂത്തുക്കുടി. ഓക്കെ. എല്ലാം മോൻ പഠിച്ചുകൊണ്ട സമയത്ത് വയനാടൊക്കെ പോകും. മാസത്തിൽ 2 ട്രിപ്പ് വയനാട്. കോളേജ്, ഹോസ്റ്റല്, പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യുന്നത്. കണ്ടവണ ഏകദേശം ഒരു 700 കിലോമീറ്റർ. ഓക്കെ. തിരിച്ചു വരുമ്പോഴും അതേ ഫ്രഷ് ആയിട്ട് തന്നെ, ക്ഷീണവും തോന്നില്ല. അപ്പം ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പഴയ ഇന്നോവയുടെ അത്രയും കംഫർട്ട് ഇല്ല പുതിയ ക്രിസ്റ്റയ്ക്ക് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. വാഹനം ഓടിക്കുമ്പോഴാണ് പഴയ ഇന്നോവയ്ക്ക് ഒരു ഡ്രൈവിംഗ് സുഖം ഒന്ന് വേറെയാണ്. കുറച്ചുകൂടി ഒരു ലക്ഷറി ഫീലുണ്ട്. ഓക്കെ. പക്ഷെ എനിക്ക് ഇഷ്ടം പഴയ ഇന്നോവ തന്നെ ഓടിക്കാനാണ്. നല്ല രസമാണ് ഓടിക്കാൻ. രസമാണ്. അപ്പം ഇത് പിന്നെ കുറെ കൂടെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. അപ്പം കൂടുതലും പേഴ്സണൽ യൂസും വരുന്നുണ്ടല്ലേ? പേഴ്സണൽ യൂസും ബിസിനസ് യൂസും. ബിസിനസിന്റെ ആവശ്യം ഞങ്ങൾ ഫാമിലി ആയിട്ട് ടൂർ പോവുകയും ഈ വാഹനം ഇഷ്ടംപോലെ സാധനം നമുക്ക് ഇതിൽ ലോഡ് ചെയ്തുകൊണ്ട് പോവാം. പിന്നെ എന്തുകൊണ്ടും നല്ല കംഫർട്ടാണ്. ഓക്കെ. ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു ആക്സിഡന്റോ അങ്ങനെ ഒരു വഴിയിൽ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ഇഷ്യൂസ് അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഓക്കെ. അപ്പം എത്ര കിലോമീറ്റർ ഓടിച്ചതിൽ ഇപ്പം ഇതിന് മൈലേജ് എങ്ങനെയാണ് ആവറേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്?
13 കാണിക്കുന്നുണ്ട് ഹൈവേസിലൊക്കെ. ഹൈവേസിൽ 13 കുഴപ്പമില്ല, നല്ല അത്യാവശ്യം നല്ല വലിയൊരു വാഹനത്തിന് അത്യാവശ്യം നല്ലൊരു മൈലേജ്. ഞാൻ പിന്നെ ഒരു 55-60 മാക്സിമം 70 ഒക്കെ വരെയൊക്കെ ഓടിക്കും. ആ സ്പീഡിലാണ്. ഓക്കെ, ആ ഒരു സുഖത്തിൽ അങ്ങ് പോലെ നല്ല യാത്രാസുഖത്തിൽ അങ്ങ് പോകും. നമുക്ക് ഒരു പരിപാടി ഇല്ലെങ്കിലും വെറുതെ ഒന്ന് വണ്ടി എടുത്തോണ്ടൊന്ന് ഒരു 10 കിലോമീറ്റർ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ശരി. ഓക്കെ ഓക്കെ, അപ്പോൾ ഒരു വാഹനപ്രേമിയാണ്. അതെ തീർച്ചയായിട്ടും. ഓക്കെ, പല ബ്രാൻഡ് ഉപയോഗിച്ചിട്ടുണ്ട്, മാരുതി, ഹുണ്ടായി, അതിലൊക്കെ നമുക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയൊരു വണ്ടി. അതെ, എന്തുകൊണ്ടാണ്? അതിന്റെ സർവീസ് കൊണ്ടാണോ? സർവീസാണ് പക്ക. അതായത് അവരുടെ സർവീസ് സമയം, നമ്മളൊരു സമയം പറഞ്ഞാൽ ആ സമയത്ത് തന്നെ അവർ നമുക്ക് വണ്ടിയുടെ എല്ലാ പണിയും തീർത്ത് വണ്ടി വാഷ് ചെയ്യുന്ന വൃത്തിയായിട്ട് തിരിച്ചു. പിന്നെ സ്റ്റാഫിൻ്റെ സമീപനം നല്ല ഇതാണ്, വെൽ ബിഹേവിയർ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അതാണ് ഈ വാഹനത്തോട് ഏറ്റവും ഇഷ്ടം. ഓക്കെ, പിന്നെ എന്താണ് ഇപ്പം സ്റ്റിയറിംഗ് കംഫർട്ട്, ബ്രേക്കിംഗ്, അതൊന്നും ചോദിക്കേണ്ട കാര്യമില്ലെങ്കിൽ പോലും വേറൊന്നും നമുക്കതിനകത്ത് മൈനസ് ഒന്നും പറയാനില്ല. ഇപ്പം ഈ 1,24,000 കിലോമീറ്റർ ഓടിയിട്ടും നെഗറ്റീവ് പറയാനില്ലെന്നുണ്ടെങ്കിൽ അതൊരു ഇത് തന്നെ. നോർമലി നമ്മൾ ചെയ്യുന്ന 10,000 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനങ്ങളൊക്കെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്രയും കിലോമീറ്റർ ഓടിയിട്ട് അറിയുമ്പോഴാണ് അതിന്റെ കൂടുതൽ വ്യക്തമായിട്ട്. നമുക്ക് ഈ കോവിഡ് സമയം ആയിരുന്നുകൊണ്ട് വാഹനം അല്ല, ഞങ്ങളൊരു 1.5 മേളിൽ പോയതിന് വാഹനം. ശരിയാ, കോവിഡ് സമയം 2 വർഷം അങ്ങനെ 2 വർഷം വലിയ ഓട്ടം ഇല്ലാതെ നമുക്ക് പ്രോഗ്രാംസ് ഒന്നും കുറവായിരുന്നു. അങ്ങനെ വലിയ യാത്രകളൊന്നും ഇല്ല. ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ ആ സമയത്ത് കുറവായിരുന്നു. ഓക്കെ ഓക്കെ. എന്തായാലും ഡെയിലി ഒരു 50 കിലോമീറ്റർ കുറഞ്ഞത് ഓടുന്നുണ്ട്. ഓക്കെ. പിന്നെ ആ ക്രിസ്റ്റ എടുക്കുന്ന സമയത്ത് കുറെ പേർക്ക് ഈ ടയറിന്റെ കംപ്ലൈന്റ്സ് വരുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ വീൽ അലൈൻമെന്റ് യഥാസമയങ്ങളിൽ തന്നെ ചെയ്യണം, എല്ലാ 5,000 ചെയ്യണം. എനിക്കും അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഇപ്പം ഞാൻ വീൽ അലൈൻമെന്റ് ചെയ്യുന്നത് നമ്മുടെ ടൊയോട്ടയുടെ ഷോറൂമിൽ തന്നെ. പുറത്തേനേക്കാളിൽ ഒരു സ്വല്പം റേറ്റ് കൂടുതലാണെങ്കിലും എനിക്കത് വളരെ, ഇപ്പം ഞാൻ 3ാമത്തെ പ്രാവശ്യം ചെയ്യുന്നത്. എനിക്ക് ഈ ഒരു ടയർ നന്നായിട്ട് ഓടി. അപ്പോൾ ചിലരുടെ കീറി പൊട്ടി പോകുന്നു, അത് വീൽ അലൈൻമെന്റ് പ്രശ്നം വരുന്നുണ്ട്. യഥാസമയങ്ങളിൽ അത് എനിക്ക് തോന്നുന്നു ഒരു നല്ല ടെക്നീഷ്യന്മാരെ ചെയ്യാത്തോണ്ടായിരിക്കാം. ഓക്കെ, അപ്പം ആ ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ സൊല്യൂഷനും കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ടൊയോട്ടോ ഷോറൂമിൽ തന്നെ ചെയ്യും, അവിടെ തന്നെ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പുറത്തുനിന്ന് ഒരു 400-500 രൂപയുടെ വ്യത്യാസമുണ്ട്, പക്ഷേ നല്ല എനിക്ക് നന്നായിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗുണമുണ്ടെന്നുണ്ടെങ്കിൽ പുറത്ത് ചെയ്യുന്നതാണ്, അവിടെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. റേറ്റ് സ്വല്പം ഒരു 400 രൂപ കൂടുതലാണ് എങ്കിൽ പോലും നമുക്ക് പുറത്തൊരു 600 ആണ്, അവിടെ ഒരു 950-1000 രൂപ ആകും. പക്ഷേ എന്തുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന അകത്ത് തന്നെ ഷോപ്പിൽ തന്നെ ഷോറൂമിൽ തന്നെ ചെയ്യുന്നത്, പുറകെ നടക്കണ്ടല്ലോ, ഒന്നും നടക്കണ്ട. ഓക്കെ ഓക്കെ. അപ്പം അത്തരം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അകത്തെ ഫീച്ചേഴ്സിന്റെ കാര്യങ്ങൾ, ഇതിപ്പം ബക്കറ്റ് സീറ്റ് 7 സീറ്റർ ആണ് വരുന്നത്. ഓക്കെ, അപ്പം അകത്തെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ, AC കൂളിംഗ്, നല്ല പെർഫെക്റ്റ് AC-യാണ്. റിയർ AC ടോപ്പിൽ എല്ലാം നല്ല. യാത്ര ചെയ്യുന്ന സമയത്ത് മക്കൾ പറയോ പപ്പ ഇത് ഓഫ് ചെയ്യും, എങ്ങനെ തണുക്കും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കുറച്ചിടും. ഓട്ടോമാറ്റിക് ആണല്ലോ, AC കൺട്രോൾ എല്ലാം കാര്യം. AC ഉപയോഗിച്ചില്ലെങ്കിലും ഫ്രണ്ട് AC കൊണ്ട് മാത്രം തന്നെ ഇതാവും. പിന്നെ ക്രിസ്റ്റയിൽ എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു ഇതാണ് സൺറൂഫ് എന്ന് പറയുന്നത്. അത് അവർക്ക് എന്തോ ഒരു മടി പോലാണ് അത് കൊടുക്കാൻ. പ്രൊവൈഡ് ചെയ്യുന്നില്ല. കമ്പനി എന്തുകൊണ്ട് സൺറൂഫ് പ്രൊവൈഡ് ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മറ്റുള്ള SUV XUV വാഹനങ്ങളിലൊക്കെ ഇപ്പം സൺറൂഫ് അവർ കൊടുക്കുന്നുണ്ട്. ഈവൻ കിയയുടെ വണ്ടികളിലാണെങ്കിൽ കൊടുക്കുന്നുണ്ട്. ഹാച്ച് ബാക്കിൽ വരെ സൺറൂഫ് വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ടൊയോട്ട അത് കൊടുക്കാത്തതിനെ പറ്റി സ്റ്റഡി ചെയ്യേണ്ടിയിരിക്കുന്നത് എന്താണെന്നുള്ളത്. ഓക്കെ, ചിലപ്പോൾ നമ്മുടെ നാടിന് വലിയ യൂസ് ഇല്ലാത്തതായിരിക്കാം. ഈ ടൊയോട്ട ജപ്പാനിലെ കാലാവസ്ഥ അനുസരിച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ അത് കൊടുക്കാത്തത്. ഓക്കെ ഓക്കെ. പിന്നീട് ഇതിന്റെ സീറ്റ് ഞാൻ ശ്രദ്ധിച്ചിരുന്നത്, അപ്പം Z മോഡലിനാണ് ഈ സീറ്റ്, ഈ ഒരു കളർ പാറ്റേൺ വരുന്നത്. സീറ്റ് കവർ നമുക്ക് Z മോഡലിനെ വരുന്നുള്ളൂ. പക്ഷെ ഞങ്ങളുടെ ഒരു വെൽഫിറ്റ് എറണാകുളത്തുള്ള വെൽഫിറ്റ് അവരാണ് ഇത് ചെയ്ത് തന്നേക്കുന്നത്. സീറ്റെല്ലാം അവരതിന് ലോഗോ ഒക്കെ ബ്രാൻഡ് ചെയ്ത്, പേര് പോലെ തന്നെ വെൽഫിറ്റ് 5 വർഷമായിട്ട് ഒരു കംപ്ലൈന്റും ഇല്ല. 3 വർഷം അവർക്ക് വാറണ്ടി ഒക്കെ തരുന്നു. വാറണ്ടി ഒക്കെ ഉണ്ടല്ലേ, ഒരു പ്രശ്നം നല്ല. ഓക്കെ, പിന്നീട് ഡാഷ് ക്യാം ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് സേഫ്റ്റി ഒരു ഇഷ്യൂ ഉണ്ടായാലും നമുക്കൊന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇന്നത്തെ കാലത്ത് അത്യാവശ്യമാണ്. കാരണം നമ്മുടെ തെറ്റല്ലെങ്കിൽ പോലും ഓരോരുത്തരും നമ്മുടെ ഇതായിട്ടാണ് വരുന്നത്. അപ്പം ഡാഷ് ക്യാം ചെയ്തതിന് എത്ര ആയിട്ടുണ്ട് എമൗണ്ട്? ഏകദേശം 8,000 രൂപയുടെ ആ ഒരു റേഞ്ച് വരുന്നത്. ലുലു ഒരു ഓഫർ സമയത്താണ്. ഓക്കെ, അത് ഫിക്സിംഗ് എല്ലാം നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. എത്ര ദിവസത്തെ ബാക്കപ്പ് ആണ്? ഒരു മാസം ബാക്കപ്പ് ആയി തോന്നുന്നു. ഓക്കെ, ആ റേഞ്ച് എന്തായാലും ഉണ്ട്. ഓക്കെ, ഇതിന് ടോപ്പ് ഒരു വേരിയന്റും ഉണ്ട്, അതൊരു 15,000 പറ്റാവും. ഓക്കെ ഓക്കെ, ആ ഒരു റേഞ്ച് ആവശ്യമുള്ള അതിന്റെ ആവശ്യം വരുന്നുള്ളല്ലോ. ഓക്കെ ഓക്കെ.
അപ്പം അത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഇന്നോവ ക്രിസ്റ്റയുടെ യൂസർ എക്സ്പീരിയൻസ് നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, നമ്മൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ഇത്രയും കിലോമീറ്റർ ഓടിയ സ്ഥിതിക്ക് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ അറിയാനായിട്ട് സാധിച്ചു. അപ്പം ഇനിയും നമ്മൾ ഇതുപോലുള്ള വാഹനങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കും, നല്ലതായിട്ട് കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കും. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്കിൾ താങ്ക് യു സോ മച്ച്, ഇത്ര നേരം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്നത് താങ്ക് യു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.